നമസ്കാരം. എക്സാലോജിക് വിഷയത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീണ വിജയനെ എന്നല്ല ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യട്ടെ എന്നും CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. BJPയെ ഭയന്ന് സ്വന്തം കൊടി പോലെ ഉപയോഗിക്കാനാവാത്ത കോൺഗ്രസിന് ഫാസിസത്തെ നേരിടാൻ എങ്ങനെ സാധിക്കും? പാകിസ്ഥാൻ്റെ അല്ല മുസ്ലിം ലീഗിൻ്റെ കൊടിയാണതെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കണം. ആരിഫ് ജയിക്കുന്നതോടെ ആലപ്പുഴക്കാർക്ക് 2 MPമാരെ കിട്ടും, ഒന്ന് ലോക്സഭയിലും ഒന്ന് രാജ്യസഭയിലും എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നുള്ള കുത്തൊഴുക്ക് തടയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. കേരളത്തിൽ പോലും ഉന്നത നേതാക്കളുടെ മക്കൾ BJPയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള കൊള്ളയടിക്കലിൽ പങ്കാളിയാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താഴെത്തട്ടിലുള്ള ഒരു RSSകാരൻ്റെ നിലവാരം മാത്രമാണ് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഈ കോൺഗ്രസിനെ ഇത്രത്തോളം കുറ്റം പറയുന്ന MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ നേതാവായ സീതാറാം യെച്ചൂരി കേരളത്തിൽ വരുന്നുണ്ട്. വന്ന് എന്തായിരിക്കും പ്രസംഗിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരി ആരാണ്? ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനല്ലേ? എന്നിട്ട് അവിടെ അടുക്കളക്കാരനായിട്ട് നിൽക്കുകയും സോണിയാഗാന്ധിയുടെ ചെവിയിൽ ഓതിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് കോൺഗ്രസിനെതിരെ പ്രസംഗിക്കാനുള്ള തൊലിക്കെട്ടി എന്ന് പറയുന്നത് അപാരമാണ്. ഈ വയനാട്ടിൽ കൊണ്ടുപോയാൽ ഏത് തരത്തിൽ പ്രസംഗിക്കും? എന്നിട്ടാണോ ഇവിടെ ഈ MV ഗോവിന്ദൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ കുറ്റം പറയുന്നത്? അവിടെ കോൺഗ്രസുമായി കെട്ടിപ്പിടിച്ചും തോളുരുമിയും നടക്കുന്ന പാർട്ടി ഇവിടെ ജനത്തെ കാണിക്കാൻ വേണ്ടി വേറൊരു തരത്തിലാണ് നിൽക്കുന്നത്. KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ തയ്യാറാകുമോ? അതോ ആരിഫ് പോകുമോ? KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ തോളിൽ കയറിയിരുന്ന് ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരൊക്കെ കൂടാണ് അവസാനം ഈ 2024 ഈ പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ വന്നിട്ട് യെച്ചൂരി പ്രസംഗിക്കുന്ന ഇത്തരത്തിൽ ഇവിടെ വന്നല്ലോ. എന്താ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ബൃന്ദ കാരാട്ട് ഇവിടെ വന്നൊരിക്കൽ നമ്മുടെ ശ്രീമതിയും ബൃന്ദ കാരാട്ടും കുറേ ഫെമിനിസ്റ്റുകളെല്ലാം കൂടെ ചേർന്ന് കിടന്ന് സ്റ്റേജിൽ കിടന്ന് നൃത്തം ചെയ്തിട്ട് പോയല്ലോ. ഇവരെല്ലാം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരാണ്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് പക്ക തട്ടിപ്പാണ്. അവിടെ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരൻ, ദേഹണ്ണക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു. ഇത് പൊതുജനത്തെ ഒരുതരം വെറും വിഡ്ഢിയാക്കുന്ന ഏർപ്പാടല്ലേ കാണിക്കുന്നത്?